സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളെ ഇന്നൊരു വീഡിയോ കാണിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്ത് വീഡിയോ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം, അങ്ങനെ ഏതൊക്കെ പേരിൽ വേണമെങ്കിലും നമുക്ക് അതിനെ വിളിക്കാം. അങ്ങനെ ഒരു സംഭവം ഇപ്പം നമ്മുടെ കേരളത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഇന്ത്യയിലേക്ക് റിലീസായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വരുമ്പോൾ അതിൻ്റെ ട്രെയിലർ ഇങ്ങനെ വന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യം കേരള സ്റ്റോറി എന്ന് പറയുന്ന ലവ് ജിഹാദി എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അവർ ആദ്യം ആ സിനിമ ഇറക്കിയത്. പ്രണയത്തിനെ പറ്റിയും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ടും അതിനെതിരെ നടക്കുന്ന കാര്യങ്ങളെ പറ്റി സദാചാരത്തിനെയൊക്കെ പറ്റിയായിരുന്നു ആ സിനിമ ഉണ്ടായിരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ചിത്രം വന്നിരിക്കുന്നത് കേരളത്തിൽ ഉള്ളൊരു പെൺകുട്ടി ബീഫ് കഴിക്കാനായിട്ട് വിമുഖത കാണിക്കുമ്പോൾ ആ പെൺകുട്ടിയെ ബീഫ് നിർബന്ധിതമായിട്ട് കഴിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകളെ വെച്ചുകൊണ്ടാണ് ആ സിനിമ എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഹിന്ദു എന്ന് പറയുന്ന ആ ഒരു മതവിശ്വാസത്തിൽ നിന്നും അവരെ പറിച്ചു നട്ടുകൊണ്ട് അല്ലെങ്കിൽ അവരെ അതിശക്തമായിട്ട് ഇസ്ലാം മതം സ്വീകരിപ്പിക്കുകയും അല്ലെങ്കിൽ ഇസ്ലാം മതത്തിലേക്ക് വലിച്ചെടുക്കുകയും അതിൽ കൂടി അവർ ഇസ്ലാം മതവിശ്വാസികളാവുകയും ചെയ്യുന്ന ഒരു കാര്യത്തെ പറ്റിയും ഒക്കെ ഈ ചിത്രത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ ഈ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർക്ക് സംവിധായകന്മാർക്കും ഒക്കെ പറയാനുള്ളൊരു കാര്യം, ഇവർ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഇവരാരും കേരളത്തിലുള്ളവരല്ല കേട്ടോ. ഇതൊക്കെ അങ്ങ് ബംഗാളിലും അങ്ങ് ഗുജറാത്തിലും ഒക്കെയുള്ള ബംഗാളികളാണ്, ബംഗാളി ബാബു ഒക്കെയാണ്. ഇവന്മാരാണ് കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ടൊരു സിനിമ കേരളത്തിലേക്ക് അങ്ങോട്ട് പടച്ചു വിട്ടിരിക്കുന്നത്. അവർ പറയുന്നത് കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്നുള്ള രീതിയിലാണ് സംഭവങ്ങൾ പറഞ്ഞു വരുത്തുന്നത്. പണ്ട് ഈ ചിത്രം ഇതിൻ്റെ ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത് ഇത്രയും വലിയ വിവാദങ്ങൾ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മലയടിച്ചപ്പോൾ ഇവർ പറഞ്ഞ ജിഹാദി എന്ന് പറയുന്ന അല്ലെ ലവ് ജിഹാദി എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനൊരു സംഭവമുണ്ട്, അടിച്ചമർത്തലുകളുണ്ട്, അല്ലെ ഇതിനെതിരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ആ സമയത്ത് മെഴുകിയത്. എന്നാൽ ഇപ്പോൾ ഇവർ പറയുന്നതും സെയിം കാര്യം തന്നെയാണ്. ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ട്, ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു പറഞ്ഞത്. എന്നാൽ കേരളത്തിലെ കാര്യം നമുക്കറിയാം, മിക്ക ആളുകളും ബീഫും പൊറോട്ടയും കഴിക്കാൻ വേണ്ടി കൊതിച്ചിരിക്കുന്ന ആളുകളാണ്. അവർക്കാർക്കും ബീഫ് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട, അവിടെ കഴിഞ്ഞു. എന്നാൽ ഈ ഒരു ചിത്രത്തിൽ കൂടി എന്താണ് ഇവർ ഉദ്ദേശം വെക്കുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് വെക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കിയെടുക്കുക, ഇവിടെ ഒരു ഈ പറയുന്ന ഹിന്ദുക്കൾക്ക് മേൽ മറ്റുള്ളവർ ആധിപത്യം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യം അത് ഹൈലൈറ്റ് ചെയ്യുക. ആരാണ് ഈ ആധിപത്യം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത്? മറ്റ് അന്യമതത്തിൽപ്പെട്ട അന്യമത വിഭാഗത്തിൽപ്പെട്ട അന്യമതസ്ഥരായിട്ടുള്ള ആളുകൾ. അതായത് അതിൽ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് ഇസ്ലാംസിനെ കൂട്ടാം, ക്രിസ്ത്യൻസിനെ കൂട്ടാം, മറ്റുള്ള പല ആളുകളെയും കൂട്ടാം. അതായത് ഹിന്ദുക്കൾക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന മറ്റ് മതവിഭാഗങ്ങളായിട്ട് അവരെ കാണണമെന്നാണ് ഈ ഒരു ചിത്രം കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇതിനെ സംഘികളൊക്കെ ഇരു കരങ്ങളും നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. സംഘികൾ പറയുന്നത് അത് ഇങ്ങനെ ഒരു ചിത്രം വന്നപ്പോൾ എന്തിനാണ് കേരള സർക്കാരിന് ഇത്രയും വിമുഖത, എന്തിനാണ് കേരള സർക്കാർ ഇത്രയും അധികം ചിത്രത്തിനെ എതിർക്കുന്നതെന്നാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടത് മുഖ്യമന്ത്രി ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ആ പോസ്റ്റ് ഞാൻ എന്തായാലും വായിച്ച് കേൾപ്പിക്കാം. വിദ്വേഷത്തിന്റെ സ്റ്റോറികൾക്ക് ഈ മണ്ണിൽ സ്ഥാനമില്ല. കേരളത്തിനെതിരെ വിദ്വേഷം വിതയ്ക്കാനും നമ്മുടെ മതനിരപേക്ഷ പാരമ്പര്യത്തെ അവഹേളിക്കാനും ലക്ഷ്യമിട്ട് നിർമ്മിക്കപ്പെട്ട ദി കേരള സ്റ്റോറി എന്ന ചിത്രത്തിന്റെ 2ാം ഭാഗം പുറത്തിറങ്ങുന്നു എന്ന വാർത്ത ഗൗരവത്തോടെ കാണേണ്ടതാണ്. നട്ടാൽ കുരുക്കാത്ത നുണകളും വിദ്വേഷവും കേരള വിരുദ്ധ പ്രചാരണവും കുത്തിനിറച്ച 1ാം ഭാഗം വർഗീയ ലക്ഷ്യത്തോടെ നിർമ്മിച്ചതാണെന്ന് ഈ നാട് തിരിച്ചറിഞ്ഞതാണ്. കലാസൃഷ്ടിയുടെ മേലങ്കി അണിഞ്ഞ് പുറത്തിറക്കിയ ആ വികൃതി സൃഷ്ടിയെ ദി റിയൽ കേരള സ്റ്റോറി എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞതുമാണ്. സാഹോദര്യവും മതേതരത്വവും ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിന്റെ മാതൃകയെ ഭയപ്പെടുത്തുന്നവരാണ് തുടർച്ചയായ വിദ്വേഷ പ്രചാരണങ്ങളുടെ അണിയറക്കാർ. കേരള സ്റ്റോറി എന്ന അപഹാസ്യമായ വ്യാജ പ്രതീതി നിർമ്മിതിയെ ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചത് സംഘപരിവാർ കേന്ദ്രങ്ങളാണ്. പരസ്പര സമ്മതത്തോടെ നടക്കുന്ന വിവാഹങ്ങളെ പോലും വർഗീയതയുടെയും നിർബന്ധിത മതപരിവർത്തനത്തിന്റെയും നിറം നൽകി തെറ്റായ പ്രചാരണങ്ങൾ നടത്തുന്നതും അവരാണ്. വർഗീയ കലാപങ്ങൾ ഇല്ലാത്തതും എല്ലാ മതവിശ്വാസികളും പരസ്പര ബഹുമാനത്തോടെ സഹവർത്തിക്കുന്നതുമായ കേരളത്തെ അവർ ശത്രുതയോടെയാണ് കാണുന്നത്. നമ്മുടെ നാടിന്റെ ശാന്തിയിലും സമാധാനത്തിലും വിഷം കലക്കാൻ ശ്രമിക്കുന്ന ഈ ശക്തികളാണ് നമ്മുടെ നാടിന്റെ ശത്രുക്കൾ. ബീഫ് എന്ന് പേരിട്ടതുകൊണ്ട് ചലച്ചിത്രമേളയിൽ ഒരു ചിത്രത്തിന് പ്രദർശനാനുമതി പോലും നിഷേധിച്ച കാലത്ത് സമൂഹത്തിൽ ഭിന്നതയും വിദ്വേഷവും പടർത്തുക എന്ന നിലയിൽ അല്ലെങ്കിൽ എന്ന ലക്ഷ്യത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിഷസൃഷ്ടികൾക്ക് എങ്ങനെയാണ് പ്രദർശനാനുമതി ലഭിക്കുന്നത് എന്നത് ആശ്ചര്യകരമാണ്. സുസ്ഥിര വികസന സൂചികകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ക്രമസമാധാന പാലനത്തിൽ മാതൃകയായ മതസൗഹാർദ്ദത്തിന്റെ നാടായ കേരളത്തിൽ ഭീകരവാദത്തിന്റെ കേന്ദ്രമാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ശ്രമങ്ങളെ ഒറ്റക്കെട്ടായി തള്ളിക്കളയണം. വ്യാജ പ്രചാരണങ്ങൾ കൊണ്ട് കേരളത്തിന്റെ മതേതര അടിത്തറ തകരില്ലെന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ ഓരോരുത്തരുടേതുമാണ്. വിദ്വേഷ പ്രചാരണങ്ങളെ അവജ്ഞയോടെ തള്ളുന്നതിനോടൊപ്പം വസ്തുതകളെയും മതനിരപേക്ഷതയുടെയും സാഹോദര്യത്തിന്റെയും മൂല്യങ്ങളെയും ശക്തമായി ഉയർത്തിപ്പിടിക്കണം. കേരളം നമ്മുടെ അഭിമാനമാണ്, നുണകൾക്കെതിരെ സത്യം ജയിക്കണം, അതിനെ നാം ഒരുമിച്ച് നിലകൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ പിണറായി വിജയൻ സഖാവിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നൊരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരിക്കുന്നത്. വിദ്വേഷ പ്രചാരണങ്ങളെ അവജ്ഞയോടെ തള്ളുന്നതിനോടൊപ്പം വസ്തുതകളെയും മതനിരപേക്ഷതയും സാഹോദര്യത്തിൻ്റെയും മൂല്യങ്ങളെയും ശക്തമായി ഉയർത്തിപ്പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇന്നിപ്പോൾ ഈ ഒരു ചിത്രത്തെപ്പറ്റി
ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പല കാര്യങ്ങൾ അവരൊരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചിത്രം ഇറക്കുന്നത്. എന്നാൽ ഇതിനെ പൂർണ്ണമായിട്ടും പിന്തുണച്ചുകൊണ്ടാണ് നമ്മുടെ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ അടങ്ങുന്ന സംഘികളുടെ തലവന്മാരൊക്കെ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഇവർ പറയുന്നത് മുഖ്യമന്ത്രിക്ക് ചിത്രം കാണാൻ താല്പര്യമില്ലെങ്കിൽ മുഖ്യമന്ത്രി കാണണ്ട. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. കേരള സ്റ്റോറി 2 ലവ് ജിഹാദ് ഒരു കെട്ടുകഥയല്ല. ഹമാസ് ഇവിടെ വരുമ്പോൾ മുഖ്യമന്ത്രിക്ക് പ്രശ്നമില്ല. മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ലെങ്കിൽ സിനിമ കാണേണ്ട എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. രാജീവ് ചന്ദ്രശേഖറിന്റെ കുറച്ച് മെഴുകലുകളൊക്കെ ഉണ്ട്. ഞാൻ ആ ഒരു വീഡിയോ കൂടെ നിങ്ങളൊന്ന് കാണിച്ചു തരാമേ. ഞാൻ ഹമാസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനൊരു വർഗീയവാദിയാണെന്ന് ആര് പറഞ്ഞത്? മുഖ്യമന്ത്രി അല്ല പറഞ്ഞത്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? വർഗീയവാദിയാണെന്നോ മുഖ്യമന്ത്രി? ഇതെല്ലാം ഒരു ഇരട്ടത്താപ്പാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയം ചെയ്യണമെങ്കിൽ ഒരു പ്രിൻസിപ്പളിലായിട്ട് രാഷ്ട്രീയം ചെയ്യണം. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഒരു ആൾക്ക്, ഹമാസിന്റെ വൈസ് പ്രസിഡന്റിന് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയല്ലേ? എന്നാ പിന്നെ ഇവർക്കില്ലേ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ? ഇത് എന്താണ്? അല്ല, നിങ്ങളുടെ വോട്ട് ബാങ്കിന്റെ എതിരെ ഒരു പിക്ചർ വന്നാൽ, നിങ്ങൾ വോട്ട് ബാങ്ക് പിടിക്കാൻ നോക്കുന്ന ഒരു പിക്ചർ വന്നാൽ അതൊരു തെറ്റാണ്. പക്ഷെ ഹമാസ് ഇവിടെ വന്ന് ജമാഅത്തെ ഇസ്ലാമി SDPIന്റെ പിന്തുണ എടുത്ത് എലക്ഷൻ ചെയ്യുന്നവർക്ക് അതിനെ കുറിച്ചൊന്നും പറയാൻ പാടില്ല. ഇവ എന്ത് തേങ്ങയാണ് ഈ പറയുന്നത്? ഇവൻ പറയുന്നത് ഇവർക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് ഇവൻ പറഞ്ഞു വരുന്നത്. അങ്ങനെയെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ അടങ്ങുന്ന സംഘീകൂട്ടങ്ങളോട് ഞാൻ എൻ്റെ ചോദ്യം ചോദിക്കട്ടെ. ഇവിടെ എമ്പുരാൻ എന്ന് പറയുന്നൊരു ചിത്രം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കും. ആ ചിത്രം ഇറങ്ങി പിന്നീട് അതിനുശേഷം ബിരിയാണി കഴിക്കുന്ന ചില ചിത്രങ്ങളുടെ രംഗങ്ങൾ കട്ട് ചെയ്തു. ഇതൊക്കെ വന്നപ്പോൾ നീ ഈ പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം എവിടെയായിരുന്നു? അവർക്ക് നീയൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യം കൊടുത്തോ? ഗുജറാത്ത് കലാപത്തെ പറ്റി ഒരു ചിത്രം ചെയ്യുമ്പോൾ നീയൊക്കെ വിരളി പിടിച്ചതുപോലെ ഒന്നും ഇവിടുത്തെ സർക്കാർ വിരളി പിടിച്ചിട്ടില്ല. ഇവിടുത്തെ സർക്കാർ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ ഇല്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നീയൊക്കെ ഒരു കാര്യം ഉണ്ടായിട്ട് അതില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഉള്ള കാര്യം, ചരിത്രത്തിൽ പോലും ഉള്ള കാര്യങ്ങൾ അങ്ങനെ ഒരു സംഭവമേ ഇല്ല, ചരിത്രം പോലും തെറ്റാണെന്നുള്ള രീതിയിൽ പറയാനായിട്ട് നടക്കുന്ന ടീംസാണ് നീയൊക്കെ. അപ്പോൾ ഇങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞതിൽ വിരളി പിടിച്ച രാജീവ് ചന്ദ്രശേഖർ ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ ചിത്രം ഞാൻ കാണത്തേയില്ല, ആ ചിത്രം ഇവിടെ ആരും കാണണ്ട എന്ന് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ഈ രീതിയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ ഒന്നേ ഉള്ളൂ. ഈ കേരളത്തിൽ ഈ പറയുന്ന ജനങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന കാണുമ്പോൾ വിരളി പിടിക്കുന്ന വിമുഖതയുള്ള ആ ടീംസ് തന്നെയാണ് ഇതിൻ്റെ പിന്നിലും കളിക്കുന്നത്. അതായത് ഈ നാട്ടിൽ ഓരോരുത്തർക്കും ഓരോരോ താല്പര്യങ്ങളുണ്ട്. ഇപ്പോൾ ഹിന്ദു മതം വിട്ടിട്ട് ഇസ്ലാം മതം സ്വീകരിക്കണം, ക്രിസ്ത്യൻ മതം സ്വീകരിക്കണം എന്നൊക്കെ ഉള്ളത്, പല മതങ്ങൾ സ്വീകരിക്കണം എന്നുള്ളത് അവരുടെ താല്പര്യമാണ്. അതൊക്കെ ഡിപ്പെൻഡ്സ് ആ ഒരു പേഴ്സണെയാണ്. അതിനെയൊക്കെ അത് ഹിന്ദു മതത്തിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള മതത്തിലേക്ക് ഹിന്ദുക്കളെ വലിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രത്യേക ത്വര കാണിക്കുന്ന ടീംസ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഘികളാണ്. കാരണം സംഘികൾ തന്നെയാണ് ഇവിടെ ഹിന്ദു രാഷ്ട്രം പടുത്തുയർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് കുരു പൊട്ടിക്കുന്ന അല്ലെ കയറ് പൊട്ടിക്കുന്ന ടീംസ്. അപ്പോൾ സംഘികൾ ഈ പറയുന്ന ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടി പണിയെടുക്കുകയാണെന്ന് പറയുമ്പോൾ, ആവിഷ്കാര സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് പറയുമ്പോൾ, നീയൊക്കെ പല സിനിമകൾ വരുമ്പോഴും ബിരിയാണി കഴിക്കുന്ന രംഗം കാണുമ്പോൾ കുരു പൊട്ടുന്ന വിരളി പിടിക്കുന്ന നിനക്കൊക്കെ എന്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റി പറയാനാണ് യോഗ്യതയുള്ളത്? ഈ ഒരു ചിത്രം ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളൊരു കാര്യം നമ്മുടെ മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാ ആളുകളും പറയുമ്പോൾ, ഇല്ലാത്തൊരു കാര്യത്തിനെ വരച്ച് കാണിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ എതിർക്കും. എന്നാൽ ഉള്ള കാര്യത്തിനെ ഉള്ളതുപോലെ കാണിക്കുമ്പോൾ നിനക്കൊക്കെ എന്തിനാണ് വിമുഖത? ഇവിടെ ബീഫ് കഴിക്കും, അതേപോലെ തന്നെ പോത്ത് കഴിക്കും, അതേപോലെ തന്നെ മറ്റു മട്ടൺ, അതുപോലെ എല്ലാ സാധനവും കഴിക്കും എല്ലാ ആളുകളും. എന്നാൽ ഇവിടെ ബീഫ് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ടീംസ് ഉണ്ട്, അത് സംഘികളാണ്. എന്നാൽ ഇപ്പോൾ കഴിച്ചോ എന്ന് പറയുന്ന ആളുകളും സംഘികളാണ്. ഇവന്മാരുടെയൊക്കെ ചെയ്ത വികാരം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും ഇവിടെ ഒരു സ്പർദ്ധ ഉണ്ടാക്കണം, മതസ്പർദ്ധ ഉണ്ടാക്കണം. അതിനുവേണ്ടിയിട്ട് ഏതറ്റം വരെ ഇവർ പോകാൻ തയ്യാറാണ്, അവർ ചെയ്യുകയും ചെയ്യും. നമുക്കറിയാം, ഈ മഹാകുംഭമേള മലപ്പുറത്ത് നടത്തിയപ്പോൾ അതിനും വലിയ വിമുഖതയായിരുന്നു. അതായത് കുംഭമേള മലപ്പുറത്ത് നടത്തുമ്പോൾ ബാപ്പന്മാർ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ എതിർത്തൊരു ടീംസ് ഉണ്ട്. അതെല്ലാം BJPയുടെ ആളുകൾ തന്നെയാണ്. ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ രീതിയിൽ കളിക്കുന്ന BJPയുടെ ചേതോവികാരം എന്താണെന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള ഈ ഒരു ചെറ്റത്തരം അല്ലെ ഈ തോന്നിവാസം ഇനിയും നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പുതിയൊരു അപ്ഡേഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. കഷ്ടമാണ് കേട്ടോ.